നമസ്കാരം. പുനലൂർ സർവകലാശാല PSC യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഖിൽ. ഉസാക്ക HCF എങ്ങനെ കണ്ടെത്താം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഉസാക്ക്. ഓക്കെ, അപ്പോൾ ഉസാക്ക് കണ്ടെത്താൻ അറിയാമെങ്കിൽ പിന്നെ ഇത് കാണേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. കാണാൻ അറിയത്തില്ലാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോ. ഉസാക അഥവാ HCF, ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ. ഇതിനെ മൂന്നെണ്ണത്തിനെ, ഇപ്പോൾ 3 സംഖ്യകളാണ് മുമ്പിലുള്ളത്, ഈ 3 എണ്ണത്തിനെ ഹരിക്കാൻ കഴിയുന്ന, ഈ 3 എണ്ണത്തിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ വിളിക്കുന്ന പേരാ HCF. അപ്പോൾ ഇവയെ ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ എന്നായിരിക്കും ചിലപ്പം പരീക്ഷയ്ക്ക് വയ്ക്കുന്നത്. ചിലപ്പോൾ ഉസാഖ ആരാണെന്നായിരിക്കും പരീക്ഷയ്ക്ക് വയ്ക്കുന്നത്. ചിലപ്പോൾ ഈ 3 എണ്ണത്തിൻ്റെ പൊതുവായ ഏറ്റവും വലിയ ഘടകം, ഈ പൊതുവായ ഏറ്റവും വലിയ ഘടകം മനസ്സിലായോ, അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ HCF എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇവ 3 എണ്ണത്തിനെ ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ ഇത് നമുക്ക് കണ്ടെത്താം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ 3 എണ്ണത്തിനെ ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ 3 എണ്ണത്തിനെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ കൊണ്ട് ഇതിനെ ഹരിക്കുക. എല്ലാം 0-ലാണ് അവസാനിക്കുന്നത് എന്നുള്ളത് കൊണ്ട് എല്ലാത്തിനെയും 10 കൊണ്ട് ഹരിക്കാം. 180നെ 10 ഹരിച്ചാൽ 18, 240നെ 10 ഹരിച്ചാൽ 24, 32നെ 320നെ 32. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിനെ എല്ലാത്തിനെയും നിങ്ങൾ 2 കൊണ്ട് ഹരിക്കാൻ കഴിയും. അപ്പോൾ 2 കൊണ്ട് ഹരിക്കുക. 18നെ 2 ഹരിച്ചാൽ 9, 24നെ 2 ഹരിച്ചാൽ 12, 32നെ 2 ഹരിച്ചാൽ 16. ഇനി നിങ്ങൾ നോക്ക്, ഈ 3 എണ്ണത്തിനെ ഹരിക്കാൻ ഇനി ആരെങ്കിലും കൊണ്ട് പറ്റുമോ? 3 എണ്ണത്തിനെ 12, 16 4 കൊണ്ടൊക്കെ പറ്റുമായിരിക്കാം. പക്ഷേ 3 എണ്ണത്തിനെ ഹരിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ വെച്ച് നിർത്തിയതിന് ശേഷം ഈ ഹരിച്ച സംഖ്യകളെടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും നമ്മുടെ HCF എന്ന് പറയുന്നത്. 10 × 2 20. ഇതാണ് നമ്മുടെ ഉത്തരം. 42, 91, 98, 70 ഇവയുടെ HCF എത്ര? അപ്പം 42, 91, 98, 70 എല്ലാത്തിനെയും ഹരിക്കാൻ ആരെങ്കിലും കൊണ്ട് പറ്റുമോ? 42 7ൻ്റെ ഗുണിതമാണ്, 70 7ൻ്റെ ഗുണിതമാണ്, 91 7ൻ്റെ ഗുണിതമാണ്, 98 7ൻ്റെ ഗുണിതമാണ്. അപ്പോൾ 7 കൊണ്ട് ഹരിക്കാം. 42നെ 7 ഹരിച്ചാൽ 6, 91നെ 7 കൊണ്ട് ഹരിച്ചാൽ, 91നെ 7 കൊണ്ട് ഹരിച്ച് നോക്കാം. 1 7 2 1 3 13. 98നെ 7 കൊണ്ട് ഹരിച്ചാൽ 14 വരുമല്ലോ. 91നകത്ത് 13 തവണ ഉണ്ടെങ്കിൽ 98നകത്ത് 7 14 തവണ കാണും. ശരിയല്ലേ? 91 + 7 ആണല്ലോ 98. 91നോടൊപ്പം ഒരു 7 കൂടെ ചേരപ്പോഴാണല്ലോ 98 കിട്ടുന്നത്, 14. 70നെ 7 ഹരിച്ചാൽ 10. ഇനി 4 സംഖ്യകളെ ഹരിക്കാൻ ആരെങ്കിലും കൊണ്ട് പറ്റുമോ? ഇല്ല. 6നെയും 14നെയും 10നെ 2 കൊണ്ട് പറ്റും, പക്ഷേ 13നെ പറ്റത്തില്ല. അപ്പോൾ 4 എണ്ണത്തിനെ എല്ലാത്തിനെയും ഹരിക്കാൻ പറ്റുമെങ്കിലേ ഹരിക്കാവൂ. ഇപ്പോൾ ഇവിടെ ഹരിക്കാൻ പറ്റിയ ഒറ്റ സംഖ്യ മാത്രമേ ഉള്ളൂ, 7. അതായിരിക്കും നമ്മുടെ HCF. ക്ലിയർ അല്ലേ? അങ്ങനെ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ 10, 12, 15 ഇവയുടെ HCF എത്ര? 10, 12, 15 ഇതിൻ്റെ HCF കണ്ടെത്താൻ നമ്മൾ പോവുകയാണ്. 10നെയും 12നെയും 15നെയും 3 എണ്ണത്തിനെ ഹരിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അപ്പോൾ ആരും ഇല്ല എങ്കിൽ നിങ്ങളുടെ HCF എന്ന് പറയുന്നത്, ആരുമില്ല ഹരിക്കാൻ, അങ്ങനെയാണെങ്കിൽ 1 ആയിരിക്കും. 1. അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ 1 ആയിരിക്കും. 1. ഓക്കെ.